ദില്ലി ദലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. പലവിധ ആഴങ്ങളാൽ ഒരു ജീവിതം. യുദ്ധപ്രചോദിതമായ ചിത്രകലയും ശില്പകലയും സാഹിത്യവും സിനിമയും എന്ന പോലെ യുദ്ധം ശ്രുതി മീട്ടിയ സംഗീതവും ഉണ്ടായിട്ടുണ്ട്. യുദ്ധകാലങ്ങളിൽ സൈനികരും ദേശാഭിമാനികളായ നാട്ടുകാരും കേൾക്കാൻ ഇഷ്ടപ്പെട്ട സംഗീതങ്ങൾ എല്ലാ കാലങ്ങൾക്കും ദേശങ്ങൾക്കും വെവ്വേറെ ഉണ്ടുതാനും. ലോകത്തിലെവിടെയെങ്കിലും രാഷ്ട്രങ്ങളോ ജനതകളോ വംശങ്ങളോ തമ്മിൽ സംഘർഷത്തിൻ്റെ ഭാഗമായി മനുഷ്യക്കുരുതിയോ ക്രൂരതകളോ നടക്കുമ്പോൾ അവയുമായി സന്ധി ചേർന്ന സംഗീതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലൂടെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരം ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സ് ജോൺ ഫോൾസിൽ ചെന്നുപെട്ടത്. ജോൺ ഫോൾസ് എന്ന സവിശേഷ ജന്മത്തിൽ ആ ജീവിതം സംഗീതത്തിൻ്റെതായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും പരാജയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയുമായിരുന്നു. എല്ലാത്തിനും പുറമെ ജോൺ ഫോൾസിൻ്റെ ജീവിതം ഇന്ത്യയുടേതും ആയിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ ത്യാഗരാജ കൃതിയാണ്. മോഹനരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഭവനുത എന്ന് തുടങ്ങുന്ന ശ്രീരാമ സ്തുതിയാണിത്. തികച്ചും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത രീതി ചിട്ടപ്പെടുത്തിയതാണ് ഇത്. വളരെ വിരളമാണ് കർണാടക സാഹിത്യകൃതികളോ ഇന്ത്യൻ സാഹിത്യകൃതികളോ ഇത്തരം പാശ്ചാത്യ ശൈലിയിൽ അവതരിപ്പിക്കപ്പെടുക. 1930കളിലാണ് ജോൺ ഫോൾസ് ഇത് ചിട്ടപ്പെടുത്തിയത്. ആകാശവാണിയുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ മുദ്രാഗാനം ഇദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നതും ആകാശവാണിയുടെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമായ ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ UL ബറുവ എഴുതിയ പുസ്തകത്തിൽ അവകാശപ്പെടുന്നതും. എന്നാൽ അത് വിവിധ കാരണങ്ങളാൽ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്തമായ മുദ്രാഗാനം വാൾട്ടർ കോഫ്മാൻ എന്ന സംഗീതജ്ഞന്റെ ഒരു സംഗീത ശില്പത്തിന്റെ ഭാഗമാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. എന്നാൽ അത്തരമൊരു യശസ്സില്ലാതെ തന്നെ ജോൺ ഫോൾസിന്റെ ജീവിതം സംഭവബഹുലവും പലവിധ ആഴങ്ങളാൽ കാണുന്നതിലും അഗാധവുമായിരുന്നു. യുദ്ധവും മനുഷ്യക്കുരുതിയും, സത്യത്തിൽ മനുഷ്യക്കുരുതി മാത്രമല്ല എല്ലാ തരത്തിലുള്ള കുരുതികളും, അവയൊക്കെയാണ് ജോൺ ഫോൾസിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോയത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തതിനാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് ദേശാഭിമാന ബോധം ചോദ്യം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജനകീയ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ എന്ന രീതിയിൽ ഗണിക്കപ്പെടുകയും ചെയ്തു. 1920 മുതൽ 1926 വരെ ലണ്ടനിലെ സംഗീത കേന്ദ്രങ്ങളിൽ പ്രിയപ്പെട്ടവനായി മാറിയ ജോൺ ഫോൾസ് പിന്നാലെ BBC റേഡിയോയുടെ അധികൃതരാൽ അവഗണിക്കപ്പെടുകയായിരുന്നു. ആ അവഗണനയാണ് അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിച്ചത്. ദുഃഖവും മോഹഭംഗവും ആധാരശ്രുതിയായി ആ ജീവിതത്തിൽ വർത്തിച്ചു എന്നു വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അതാണ് നമ്മോട് പറയുന്നത്. ആധാരശ്രുതിയിലും അതിന്മേൽ ജോൺ ഫോൾസ് പണിതുയർത്തിയ ജീവിതശില്പത്തിലും എന്നെ ആകർഷിച്ചത് 59-ാം വയസ്സിൽ അവസാനിച്ചു പോയ ആ ജീവിതത്തിൻ്റെ ആകത്തുകയാണ്. ഈ പോഡ്കാസ്റ്റിൽ ഉടനീളം
ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജോൺ ഫോൾസ് ഇന്ത്യയെ അടിസ്ഥാനമാക്കി ചെയ്ത സംഗീത ശില്പങ്ങളുടെ ശബ്ദലേഖനങ്ങളാണ്. ഇതെല്ലാം തന്നെ BBC പിൽക്കാലത്ത് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചെടുത്ത സംഗീത ശില്പങ്ങളാണ്. 1880 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ജോൺ ഫോൾസ് ജനിച്ചു. അച്ഛനും സംഗീതജ്ഞനായിരുന്നു. അച്ഛൻ്റെ സംഗീത സംഘത്തിൽ ഒരു സെല്ലോ വാദകനായി 1920 വയസ്സിൽ ജോൺ ചേർന്നു. അദ്ദേഹത്തിൻ്റെ ലളിത സംഗീതം BBC പ്രക്ഷേപണം ചെയ്തിരുന്നുവെങ്കിലും ആത്മഗൗരവം സ്ഫുരിക്കുന്ന തൻ്റെ ശാസ്ത്രീയ സംഗീത ശില്പങ്ങളെ BBC അവഗണിക്കുന്നതിൽ ജോൺ ഫോൾസ് ഖിന്നനായിരുന്നു. ഒന്നാം ലോകയുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ലണ്ടനിലേക്ക് കുടിയേറിയിരുന്നു. 16 വയസ്സിൽ വിയന്നയിലെ ഗുസ്താവ് മാലർ സിംഫണിയിൽ സെല്ലോ വായിക്കുവാൻ അവസരം കിട്ടിയ ജോൺ ഫോൾസിൻ്റെ ലണ്ടൻ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. 2-3 ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ചെയ്ത പോഡ്കാസ്റ്റിൽ ഗുസ്താവ് മാലറെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അത് വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നതിൽ കാര്യമില്ല. ബ്രിട്ടനിലെ ഓർമ്മ ദിവസമാണ് നവംബർ 11. ലോകമഹായുദ്ധത്തിൽ മരിച്ചവരെ ഉപചാരപൂർവ്വം ഓർക്കുന്ന ദിവസം കൂടിയാണ്. 1923 അങ്ങനെയൊരു ദിവസത്തിൽ ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിലെ സദസ്യരെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. ആകെയുള്ള 10,000 കസേരകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ബ്രിട്ടനിലെ വലിയവരും നല്ലവരും അതിലുണ്ടായിരുന്നു. വെയിൽസ് രാജകുമാരൻ, ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും വിരമിച്ച മുൻ മേധാവികൾ, റോയൽ സൈന്യത്തിലെ മുൻനിരക്കാർ മുഴുവൻ ആ ഹാളിൽ അണിനിരന്നിരുന്നു. മഹായുദ്ധത്തിൽ മരിച്ചവരെ ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം അവിടെയുണ്ടായിരുന്നു. യുദ്ധനിരാസത്തിൻ്റെ ഉൾക്കാമ്പുള്ള ദീർഘമേറിയ ഒരു പുതു സംഗീത ശില്പം, ഒരു ലോകോപചാരം, എ വേൾഡ് റിക്വീം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. കടുത്ത ആത്മീയ ധാരകൾ വെച്ചു പുലർത്തുന്ന, താരതമ്യേന അപ്രശസ്തനായിരുന്ന, അനുഗ്രഹീതനായിരുന്ന സെല്ലോവാദകനായ ജോൺ ഫോൾസിൻ്റേതായിരുന്നു ആ സംഗീത ശില്പം. 2007 നവംബറിൽ ജിയോഫ് ബ്രൗൺ എഴുതിയ ഗ്രേറ്റ് വാർ ഫോറം എന്ന ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. ജോൺ ഫോൾസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂണ്ടുവടി, ബാറ്റൺ, അദ്ദേഹം അതിൽ ഗന്ധകം പുരട്ടുമായിരുന്നു. സദസ്സിലെ ആയിരങ്ങൾക്ക് കാണുവാൻ വേണ്ടിയായിരുന്നു അത്. 1000 വായ്പാട്ടുകാർ വേദിയിലുണ്ടായിരുന്നു, ഉപകരണ സംഗീതക്കാർ വേറെയും. മൊത്തത്തിൽ 1200ഓളം പേരായിരുന്നു സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. 1923 മുതൽ 1926 വരെയുള്ള എല്ലാ ഓർമ്മ ദിവസങ്ങളിലും ജോൺ ഫോൾസിൻ്റെ ഈ സംഗീത ശില്പം ലണ്ടനിൽ അവതരിപ്പിക്കപ്പെട്ടു. യുദ്ധനിരാസ സംഗീതത്തിലെ ഒരു ഈടുവയ്പായി ഒരു ലോകോപചാരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയിലേക്ക് ജോൺ ഫോൾസ് വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന് പൗരസ്ത്യമായ ആത്മീയതയിലേക്കുള്ള ഒരു ചായ്വ്. 1919 മുതൽ 1921 വരെയുള്ള കാലങ്ങളിൽ അദ്ദേഹവും ഭാര്യയും സംഗീതജ്ഞയുമായ മൗഡ് മക്കർത്തിയും ചേർന്നാണ് ഈ ലോകോപചാര സംഗീത ശില്പം എഴുതിയത്. ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികൾ, ജോൺ ബെന്യാൻ എഴുതിയ ദ പിൽഗ്രിം പ്രോഗ്രസ്സിലെ ഭാഗങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ ഭക്തി പ്രസ്ഥാന കവികളിൽ പ്രമുഖനായ കബീറിൻ്റെ വരികളും ജോൺ ഫോൾസും മക്കാർത്തിയും ഈ സംഗീത ശില്പത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ആത്മീയതയിൽ തൽപരയായിരുന്ന മക്കാർത്തിയുമായുള്ള അടുപ്പവും വിവാഹവുമാണ് ജോൺ ഫോൾസിൽ കബീറും ആനി ബെസന്റും മാഡം ബ്ലവാറ്റ്സ്കിയും ഇന്ത്യൻ സംഗീതവും നിറച്ചത്. ഈ സ്വാധീനങ്ങളും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ചായവും ജോൺ ഫോൾസിൽ എങ്ങനെ ഒരേ സമയം പ്രവർത്തിച്ചു എന്നത് ആരെങ്കിലും താൽപ്പര്യമെടുത്ത് പഠിക്കേണ്ട വിഷയമാണ്. ഇന്ത്യയിലും ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഒരുതരം സൂഫി അവധൂത ഭാവമുള്ള ഇടതുപക്ഷക്കാർ, ആത്മീയധാരകളെ തള്ളിപ്പറയാത്ത എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു രീതി. ഇതിലെ ശരി തെറ്റുകളൊക്കെ പറയുവാൻ നാം ആരാണ്? നാം ജീവിക്കുന്ന കാലത്ത് ഒന്ന് ശരി ഒന്ന് തെറ്റ് എന്ന് തീർച്ചപ്പെടുത്തുന്നതിൽ അബദ്ധമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ സന്ദേഹത്തിൻ്റെ സമയങ്ങളാണ്.
സന്ദേഹത്തിൻ്റെ കാലത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ സന്ദേഹങ്ങളായിരിക്കാം മനുഷ്യരാശിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചകൾ ആയിരിക്കണമെന്നില്ല. ഗണപതിയെ താണ്ഡവ നൃത്തത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണിത്. ജോൺ ഫോൾസ് ചിട്ടപ്പെടുത്തിയത്. ആദ്യകാലങ്ങളിൽ ആഘോഷിക്കപ്പെട്ട ഒരു ലോകോപചാരം പിന്നീട് സംഗീത ലോകത്തു നിന്നും അപ്രത്യക്ഷമാകുകയായിരുന്നു. അതിനുള്ള ഒരു പ്രധാന കാരണമായി നിരവധി ഫോൾസ് നിരീക്ഷകർ പറയുന്നത് യുദ്ധാനന്തര ലോകത്ത് യുദ്ധനിരാസിയും സോഷ്യലിസ്റ്റും അതേസമയം പൗരസ്ത്യ ആത്മീയതയുടെ പ്രണയിയും ആയി അദ്ദേഹം മാറിയതുകൊണ്ടാണ് അത് എന്നാണ്. യുദ്ധാനന്തര കാലത്ത് തിയോസഫിയുടെ മൂടൽമഞ്ഞ് പൊതിഞ്ഞ ആത്മീയത സ്വാധീനിച്ച മറ്റൊരു സുഹൃത്തുകൂടി ജോൺ ഫോൾസിന് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മഹത്തായ വാസ്തു മാതൃകകളിൽ എണ്ണം പറഞ്ഞവയെല്ലാം തന്നെ കൽപ്പന ചെയ്ത എഡ്വിൻ ലുറ്റിയൻസ് ആയിരുന്നു അത്. ലണ്ടനിലെ വൈറ്റ് ഹാളിലുള്ള യുദ്ധസ്മാരകം സെനോറ്റാഫ് ലുറ്റിയൻസ് രൂപകൽപ്പന ചെയ്തതാണ്. സുഹൃത്തിനോടുള്ള സ്നേഹസൂചകമായി ജോൺ ഫോൾസ് ഒരു ലോകോപചാരം എന്ന സംഗീത ശില്പത്തെ വിളിച്ചത് തന്നെ എ സെനോറ്റാഫ് ഇൻ സൗണ്ട് എന്നാണ്. ലണ്ടനിലെ സംഗീത വൃത്തങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലിൻ്റെ വ്യസനത്തിൽ അദ്ദേഹം മെക്കാർത്തിയുമായി പാരീസിലേക്ക് പോകുകയും നിശബ്ദ സിനിമകൾക്ക് സംഗീതം നൽകുകയും ചെയ്തു. 1935 ജോൺ ഫോൾസും മെക്കാർത്തിയും ഇന്ത്യയിലെത്തുന്നത്. ബോംബെയിൽ റേഡിയോ ക്ലബ് പ്രക്ഷേപണം തുടങ്ങിയെങ്കിലും ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രക്ഷേപണം തുടങ്ങിയത് 1927 മാത്രമായിരുന്നു. 1930 ആ കമ്പനി ഇല്ലാതാവുകയും ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നിലവിൽ വരികയും ചെയ്തു. 1935 ജോൺ ഫോൾസ് എന്ന പ്രതിഭാധനനായ സംഗീതജ്ഞൻ ഡൽഹിയിലെ റേഡിയോ നിലയത്തിൽ പാശ്ചാത്യ സംഗീത വിഭാഗത്തിൻ്റെ തലവനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പാശ്ചാത്യ സംഗീതത്തിലായിരുന്നു ജോൺ ഫോൾസിൻ്റെ അച്ചടക്കമെങ്കിലും ഇന്ത്യൻ നാടോടി സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ നിരന്തരമായി ജോൺ ഫോൾസ് ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിരവധി കുറിപ്പുകളിൽ രസകരമായ ഒന്ന് ഇന്ത്യൻ സംഗീതത്തിൽ ഹാർമോണിയത്തിനെതിരെ 1938 ജൂലൈ 7 ഇന്ത്യൻ ലിസണറിൽ അദ്ദേഹം എഴുതിയ ഹാം, ദ്രോഹം എന്നർത്ഥത്തിലുള്ള ഹാം ഓംനിയം എന്ന ലേഖനമാണ്. സംഗീതാധ്യാപികയായ നളിനി ഖുമാൻ എഴുതിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച റെസൊനൻസസ് ഓഫ് ദ രാജ് ഇന്ത്യ ഇൻ ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഇമാജിനേഷൻ 1897-1947 എന്ന പുസ്തകത്തിൽ ഈ ലേഖനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹാർമോണിയവും ഇന്ത്യൻ സംഗീതവും എന്നത് വലിയ സംവാദമാണ്. 30 കൊല്ലക്കാലമാണ് ഇന്ത്യൻ റേഡിയോ നിലയങ്ങളിൽ ഹാർമോണിയത്തിന് പ്രവേശനം പോലും നിഷേധിച്ചിരുന്നത് എന്നതും നമുക്ക് ഇത്തരുണത്തിൽ ഓർക്കാവുന്നതാണ്. കൽക്കത്തയിലെ ബ്രിട്ടീഷ് റേഡിയോ പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനായി പുത്തൻ തൊഴിലിടത്തിലേക്ക് മാറേണ്ടി വന്ന ജോൺ ഫോൾസ് കോളറ രോഗം പിടിപെട്ട് കൽക്കത്തയിൽ 1939 ഏപ്രിൽ 25 അന്തരിച്ചു. ഒരു കാലത്ത് ലണ്ടൻ നഗരത്തിൻ്റെ പ്രിയങ്കര സംഗീതജ്ഞനായിരുന്ന ജോൺ ഫോൾസ് ആരോരും അറിയാതെ 59 വയസ്സിൽ കിഴക്കേ ഇന്ത്യയിൽ അന്തരിച്ചു. കൽക്കത്ത നഗരത്തിൽ ആ ഭൗതിക ശരീരം അടക്കം ചെയ്തു. മരണശേഷം മൗഡ് മക്കാർത്തി ഫോൾസ് ദമ്പതികളുടെ ആത്മീയ സുഹൃത്തായിരുന്ന വില്യം ക്വിറ്റയെ വിവാഹം ചെയ്തു. ദ ബോയ് എന്ന ഓമനപ്പേരിൽ ഫോൾസ് ദമ്പതികളുടെയും തിയോസഫിക്കൽ സൊസൈറ്റിയിലെ പ്രവർത്തകർക്കിടയിലും അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു വില്യം ക്വിറ്റെ. മൗഡ് മക്കാർത്തി ഓമാനന്ദപുരി എന്ന പേര് പിന്നീട് സ്വീകരിച്ചു. 84 വയസ്സിൽ 1967 ഡഗ്ലസിൽ വെച്ചാണ് ഓമാനന്ദപുരി അന്തരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഗ്ലാസ്റ്റൺബെറിയിൽ അവരെ കബറടക്കി.
ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോൺ ഫോൾസ് ചിട്ടപ്പെടുത്തിയ ഇന്ത്യൻ സ്യൂട്ട് എന്ന സംഗീത ശില്പത്തിലെ ചില ഭാഗങ്ങളാണ്. മൗണ്ട് മക്കാർത്തി അദ്ദേഹത്തിന് കൊടുത്ത ഒരു സംഗീത കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ രചന നടത്തിയിട്ടുള്ളത്. രാധാകൃഷ്ണ സ്തുതിയാണിത്. പലവിധ ആഴങ്ങളാൽ ഒരു ജീവിതം. ജോൺ ഫോൾസിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.